ക്രിസ്തുവിൽ പ്രിയരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒരു ചെറിയ ചിന്ത ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നുള്ള കുറച്ച് പദങ്ങൾ, പ്രധാനപ്പെട്ട ചില പദങ്ങൾ നമ്മൾ വിശദീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് കർത്താവിൻ്റെ പ്രത്യക്ഷത സംഭവിക്കുന്നതിന് മുമ്പ് വിശ്വാസത്യാഗം സംഭവിക്കും. അപ്പോൾ വിശ്വാസത്യാഗം എന്നത് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പം ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന ചർച്ചിൽ തന്നെ വലിയൊരു ഡൗൺഫോൾ ഉണ്ടാവും, ഫോളോവേ ഉണ്ടാവും, ദൈവത്തിൽ നിന്ന് ആളുകൾ ഡിപ്പാർട്ട് ചെയ്ത് പോകും. ക്രിസ്ത്യാനിറ്റിക്ക് ഇടയിൽ കർത്താവിൻ്റെ വരവിന് മുമ്പ് വലിയ വിശ്വാസത്യാഗം സംഭവിക്കുമെന്നുള്ള നിലയിലാണ് പൊതുവെ ഈ വിഷയത്തെ എല്ലാവരും പഠിപ്പിക്കുന്നത്. എന്നാൽ ആ വാക്കിൻ്റെ അപ്പോസ്റ്റാസിയ എന്ന വാക്കിനെ നമ്മളെടുത്ത് അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ അത് കൃത്യമായ നിലയിൽ, പ്രത്യേകിച്ച് ഞാനതിൻ്റെ കഴിഞ്ഞ ദിവസം ഗ്രീക്ക് ഭാഷയിൽ അല്ലെങ്കിൽ ഈ ഗ്രീക്കിലെ ലിറ്ററേച്ചറിൽ ഇത് ഉപയോഗിച്ചത് എവിടെയൊക്കെയാണെന്ന് ശ്രദ്ധിക്കാൻ നോക്കിയപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ ഇത് പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയപരമായി ആയിട്ട് എന്ത് ചെയ്യുക, രാഷ്ട്രീയപരമായിട്ടുള്ള റിബലിയനെയാണ് കാണിക്കുന്നത്, റിബലിയനാണ്. അപ്പോൾ വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് വിശ്വാസികളെല്ലാം കർത്താവിനെ കളഞ്ഞിട്ട് പോകുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് റിവോൾട്ട് എന്നർത്ഥമാണ്, റവല്യൂഷൻസ് ഉണ്ടാകുക എന്നാണ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് തൊട്ടുമ്പോൾ പൗലോസ് പറയുകയാണ് തെസ്സലോനിക്കരോട് പറഞ്ഞു, നിങ്ങൾ കർത്താവ് വന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നും ചെയ്യും, നിങ്ങൾ അതിനകത്ത് ചഞ്ചലപ്പെട്ട് പോകണ്ട. കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് തൊട്ട് മുമ്പ് എന്ത് സംഭവിക്കും? വിശ്വാസത്യാഗം, അതായത് ഒരു റിവോൾട്ട് ഉണ്ടാകുമെന്ന്. നമ്മൾ ഈ വേദപുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനെ എടുത്തിട്ട് നമുക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങൾ. ഞാനൊരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളുണ്ടല്ലോ, മലയാള ബൈബിളാണെങ്കിലും ഇംഗ്ലീഷ് ബൈബിളാണ്, അത് ദൈവനിശ്വാസീയമായ ബൈബിളല്ല. ദൈവനിശ്വാസീയമായ ബൈബിൾ എന്ന് പറയുന്നത് ഒറിജിനൽ, അത് എഴുതിയ ആളുകൾ എഴുതിയ ബൈബിളാണ് ഒറിജിനൽ. അതാണ് ദൈവനിശ്വാസ്യം. നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാം വിവർത്തനങ്ങളാണ്, പലവിധമായിട്ടുള്ള വേർഷൻസാണ്. അതിൽ ചിലർ ആഡ് ചെയ്തിട്ടുണ്ട്, ചിലർ ഭാഷാപരമായിട്ട് അതിനകത്ത് തിരുത്തലുകൾ വന്നിട്ടുണ്ട്, തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്, മനസ്സിലാകാതെ തന്നെ പലതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ആധികാരികമാണോ അല്ലെങ്കിൽ ദൈവനിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിളോ എൻ്റെ കയ്യിലിരിക്കുന്ന ഇംഗ്ലീഷ് ബൈബിളോ ഏത് വേർഷനായാലും അത് ദൈവനിശ്വാസിയല്ല. ദൈവനിശ്വാസിയമായത് അത് ആ എഴുതിയ ആ സ്ക്രിപ്ചർ മാത്രം. അപ്പം കഴിയുന്നിടത്തോളം നമ്മൾ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകാതെ പോകും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്. അപ്പോസ്തലൻ പ്രത്യേകിച്ച് ഞാൻ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ 3 എസ്കറ്റോളജിക്കൽ ഇവൻറ്റ്സ് ഉണ്ട്, 3 പ്രധാന കാര്യങ്ങൾ ഒറ്റ വാക്യത്തിൽ പറഞ്ഞേക്കാം. എന്തുവാ? ദ പറോസി ഓഫ് ക്രൈസ്റ്റ്, നമ്പർ 2, 1-ാമത്തെ പറോസി ഓഫ് ക്രൈസ്റ്റ്, നമ്പർ 2, 2-ാമത്തത് റിസറക്ഷനെ കുറിച്ചുള്ള മറ്റൊരു രീതിയിൽ പറഞ്ഞത് അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം എന്നാണ്. 3-ാമത്തത് ദ ഡേ ഓഫ് ദ ലോർഡ്, ദാറ്റ്സ് ജഡ്ജ്മെൻറ്റ്. മറക്കരുത്, പറോസിയ, റിസറക്ഷൻ, ജഡ്ജ്മെൻറ്റ്, ഇത് 3 കൂടി ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷത, മരിച്ചവരുടെ പുനരുത്ഥാനം, ന്യായവിധി, ഇത് 3 കൂടെ ഒരുമിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സംഭവിക്കുന്നതിന് തൊട്ടുമ്പോൾ അടയാളം പറഞ്ഞു കൊടുക്കുകയാണ്. റിവോൾട്ട് ഉണ്ടാകാൻ പോകും, വലിയൊരു കലാപം ഉണ്ടാകാൻ പോകും. അപ്പം കലാപം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ വിശ്വാസത്യാഗം സംഭവിക്കുന്നു പറഞ്ഞ് തൊട്ടടുത്ത് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. പറയുന്നത് ഇങ്ങനെയാണ്: അധർമ്മമൂർത്തി ആയവൻ വെളിപ്പെടും, മാൻ ഓഫ് ലോലെസ്നെസ്. 99% ഓഫ് ക്രിസ്ത്യൻ പ്രീച്ചേഴ്സ് ആർ പ്രീച്ചിങ്, അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവാണ്, എതിർ ക്രിസ്തുവാണ് എന്ന നിലയിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അവരുടെ ഉപദേശങ്ങളെയോ പഠിപ്പീരുകളെയോ ഒന്നും ഞാൻ മറുതലിക്കാനൊന്നും പോകുന്നില്ല, കാരണം അതിൻ്റെ കഥയില്ല, കാര്യമില്ല. പക്ഷെ നമുക്ക് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാനൊരു അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എന്തുവാണിതെന്ന് കൃത്യമായ നിലയിൽ ബോധ്യം, നമുക്ക് ബോധം വരുത്താൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബോധിപ്പിക്കാൻ നമുക്ക് നിശ്ചയമായിട്ടും വേദപുസ്തകത്തിൻ്റെ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് പോകണം. അപ്പം ഈ അധർമ്മമൂർത്തി എന്ന വാക്ക് ഞാൻ മാൻ ഓഫ് ലോലെസ്നെസ് എന്നാണ്. ഈ ലോലെസ്നെസ് എന്ന് പറഞ്ഞോ, ലോലെസ്നെസ്, നിയമമില്ലാത്തവൻ. മറ്റൊരു വാക്കിൽ പറഞ്ഞ മാൻ ഓഫ് സിൻ എന്ന് പറയുന്നുണ്ട്, മറ്റൊരിടത്ത് പറയുന്നത് മാൻ ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇതാരാ വാസ്തവത്തിൽ? അപ്പോൾ അധർമ്മമൂർത്തി. അപ്പം ഇത് നമ്മൾ വിചാരിക്കുമ്പം നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ആൻറ്റി ക്രൈസ്റ്റ് വരുന്നു എന്നുള്ളത്. കാരണം ഇത് പോപ്പുലർ മെസ്സേജാണ്.
പോപ്പുലർ മെസ്സേജ് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഈ കോണിൽ ഇരുന്നുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്, പക്ഷേ ഇത് ലോകത്തെ മുഴുവൻ ഇടങ്ങളിലും എന്ത് പ്രസംഗിക്കുന്ന അന്തിക്രിസ്തു വരുന്നു, ആൻറ്റിക്രൈസ്റ്റ് വരുന്നു, ആൻറ്റിക്രൈസ്റ്റ് വരുന്നു, ഏകലോക ഗവൺമെൻറ് വരുന്നു എന്നാണ് ഇപ്പം പ്രധാനപ്പെട്ട പഠനം. ഏകലോക ഗവൺമെൻറ് വരുന്നു, ഒരു ആൾ ഭരിക്കാൻ പോകുന്നു, പിന്നെ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കി ഏകലോക ഗവൺമെൻറ് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഭരണാധികാരി കർത്താവായിരിക്കും, ദൈവരാജ്യമായിരിക്കും. കർത്താവ് ഭരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ ശക്തി വെളിപ്പെടുന്ന ഏകലോക ഗവൺമെൻറ്, ആ സ്വർഗീയ ഗവൺമെൻറ് ഭൂമിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ സ്ഥാപിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അതിൻ്റെ പ്രോഗ്രഷനിലാണിത്. കാരണം കൈതൊടാത്ത കല്ല് പർവ്വതമായി ഭൂമിയെ മുഴുവൻ നിറയ്ക്കുന്നു എന്ന വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു, അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ലോലെസ്നെസ് എന്ന വാക്കിന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്തു, എല്ലാം കൂടെ ഒന്നും പറയാനുള്ള സമയമില്ല. എങ്കിലും ഈ ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പൗലോസിനോട് ചോദിക്കാം, ഈ ലോ എന്ന് പറയുന്നത് താങ്കൾ എന്താ ഉദ്ദേശിച്ച് ചോദിച്ചാൽ പോളിന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. അന്ന് ജൂയിഷ് വേൾഡിൽ, യഹൂദന്മാരുടെ ഇടയിൽ, റോമൻ വേൾഡിൽ ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ റോമൻ ലോ, ഈസ് എ ലോ ഓഫ് മോസസ്. അപ്പോൾ ലോ ഓഫ് മോസസ് മീൻസ് ന്യായപ്രമാണം സംബന്ധമായിട്ടുള്ള കാര്യം അത്. അപ്പോൾ കാരണം അവിടെ പറയുന്ന വേറൊരു കാര്യം, അധർമ്മമൂർത്തി വെളിപ്പെടണം, അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവവിഷയങ്ങളിൽ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രയെന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ഇത് വായിക്കുമ്പം ദേവാലയത്തിലിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് കുറേ കമൻട്രീസ് വായിച്ചപ്പം എസ്പെഷ്യലി ഈ പാർഷ്യൽ പ്രിട്രിസ്റ്റ് സമൂഹമുണ്ട്, ഫുൾ പ്രിട്രിസ്റ്റ്. ഞാൻ ഫുൾ പ്രിട്രിസ്റ്റാണ്, അതായത് പൂർണ്ണമായി എല്ലാം സംഭവിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്കത് അങ്ങനെ പറയാൻ ഇഷ്ടം. കാരണം ഞാൻ പ്രസംഗിക്കുന്ന ബൈബിള് എനിക്ക് സത്യമായിട്ട് തോന്നിയത് ഇത് എല്ലാം നിവൃത്തിയായി എന്ന യാഥാർത്ഥ്യം മനസ്സിലായ ശേഷം. അല്ലാത്തപ്പം ഇത് അവിടെയും കുറച്ച് കിടക്കുന്നു, ഇവിടെയും കുറച്ച് കിടക്കുന്നു, അവിടെ ഫുൾഫില്ലാതെ കുറേ കിടക്കുന്നു, ഇവിടെയും ഫുൾഫില്ലാതെ കുറേ, ഒരുമാതിരി അവിയൽ പരുവായിരുന്നു സത്യം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അടുക്കും ചിട്ടയോടും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓൾഡ് കവണന്റ് വിത്ത് ഓൾ ഇറ്റ്സ് പ്രൊഫസീവസ് വെർ ഫുൾഫിൽഡ്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിവൃത്തിയാകേണ്ട പഴയ നിയമ സംബന്ധമായ മുഴുവൻ സകല പ്രവചനങ്ങളും നിവൃത്തിയായി. ദാനിയേൽ പ്രവചനമോ എസെക്കിയേൽ ഒന്നും നിങ്ങൾ എടുത്തോ, ഇതൊന്നും ഭൂമിയിൽ ഇനിയും നിവൃത്തിയാകാനുള്ളതല്ല. ഇതൊക്കെ ചിലരുടെ വയറ്റിപ്പഴപ്പ് മാർഗം മാത്രം. ഞാൻ ഓപ്പണായിട്ട് പറയും, ഇതൊക്കെ ജീവിത മാർഗമാണ്, നല്ലൊരു ബിസിനസ്സാണ് ഇത്. അന്തിക്രിസ്തുവിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നല്ലൊരു ബിസിനസ്സാണ്, കേൾക്കാൻ കുറച്ച് ആളുകൾ ഇഷ്ടം പോലുണ്ട്. പിന്നെ ഇതിപ്പം ക്രിസ്തീയ സഭയ്ക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം ഞാൻ പറഞ്ഞാൽ, ദൈവവചനമായിട്ടൊന്നും വലിയ കാര്യമൊന്നും ഇവിടെ ഇല്ല. നിങ്ങളിപ്പോൾ ഒരു സഭായോഗത്തിന് പോയി നോക്കി, ഇപ്പോൾ ന്യൂ ജനറേഷൻ സഭയുടെ അതിൽ 99% കാര്യവും ഭൗതിക വിഷയമാണ് പറയത്തുള്ളൂ. നിനക്ക് വിടുതൽ ഉണ്ടാകാൻ പോകുന്നു, നിനക്ക് ഷിഫ്റ്റ് ഉണ്ടാകാൻ പോകുന്നു, നിനക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ പോകുന്നു, പുത്തൻ വാതിലുകൾ തുറക്കാൻ പോകുന്നു, ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നു, രോഗങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു, ഇന്നിവിടെ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിനകത്ത് വിടുതൽ നടക്കാൻ പോകുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളല്ലാതെ നിങ്ങൾ എന്തെങ്കിലും യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് പരിജ്ഞാനത്തിൽ വളരുന്നത് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അവൻ്റെ പരിജ്ഞാനത്തിൽ വളരുക എന്ന വിഷയമൊക്കെ സംസാരിച്ചാൽ കേൾക്കാൻ ആള് കാണത്തില്ല, 5 പേര് 10 പേര് കാണത്തില്ല. പക്ഷേ രോഗശാന്തി ശുശ്രൂഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്, വിട്ടുതൽ ശുശ്രൂഷ, ഭയങ്കര ആൾക്കൂട്ടം വരും. ഇതേ ട്രെൻഡാണ് എല്ലാ മതങ്ങളിലും ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അങ്ങനെ ഇങ്ങോട്ടും പോകല്ല. അപ്പോൾ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വേദപുസ്തകത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, അതവർക്ക് ജീവിക്കാനുള്ളൊരു വഴിയായിട്ട് മാത്രം. ഇപ്പം ബൈബിളിൽ യേശു പറഞ്ഞ പല കാര്യങ്ങളും അതുപോലെ വിശ്വസിക്കാത്തവരാ സംഭവം. ഞാൻ ഓപ്പണായിട്ട് പറയാം, വിശ്വസിക്കുന്നില്ല, യേശുവിൻ്റെ വാക്കുകളൊന്നും അവർ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവർ ബൈബിൾ തെഞ്ചോടെ ചേർത്ത് വെക്കും, താവിൻ്റെ വചനം എന്നൊക്കെ പറയും. പക്ഷെ ദേ ആർ നോട്ട് ബിലീവിങ്, വാക്കുകളെ അവർ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഹു ഈസ് ദിസ് മാൻ ഓഫ് ലോലെസ്നെസ്. ഞാൻ പറഞ്ഞു ഇത് ആൻറ്റി ക്രൈസ്റ്റ് ആണെന്ന് ഒത്തിരി പേര് പറയാറുണ്ട്. എന്നാലും ഇത് ലോയുമായി ബന്ധപ്പെട്ടാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ദേവാലയവുമായിട്ട്. അപ്പോൾ ദേവാലയം വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവാലയത്തിൽ വന്ന് ഇരുന്നു കൊണ്ട് ദൈവവിഷയത്തെ തന്നെ ഉയർത്തുന്ന എതിരാളി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ദേവാലയം വേണം. അപ്പോൾ ഇന്ന് ദേവാലയം ലോകത്തില്ല. അപ്പോൾ ദേവാലയം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഇറ്റ്സ് നോട്ട് ദ ചർച്ച് ഓഫ് ഗോഡ്, ഇറ്റ്സ് നോട്ട് ദ ചർച്ച്. ഇറ്റ്സ് ദേവാലയം എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന പോൾ ദേവാലയം എന്ന് അർത്ഥമാക്കിയത്, തെസ്സലോനിക്കർക്ക് എഴുതിയത്, ഇറ്റ് ഈസ് അബൌട്ട് ജെറുസലേം. പക്ഷെ ഇന്ന് ജെറുസലേം ദേവാലയം അവിടെ ഇല്ല. പക്ഷെ നമ്മുടെ ആളുകൾക്ക് ഒരു നിർബന്ധ ബുദ്ധി. എന്താ നിർബന്ധ ബുദ്ധി എന്നറിയാമോ? കാരണം അന്തിക്രിസ്തു വരുന്നതിന് മുമ്പ്, എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് ദേവാലയത്തിൽ വന്നിരുന്ന് അവൻ തന്നെത്താൻ എതിർക്കുന്ന എതിരാളിയാകണം. അപ്പം ദേവാലയം ഉണ്ടാകണം. എന്തിനാണ് ദേവാലയം ഉണ്ടാക്കുന്നത്? അപ്പം അമേരിക്കൻ ക്രിസ്ത്യൻസ്, അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ്, $millions they are ready to spend for the building of the temple
ടെമ്പിൾ ഇൻ ജെറുസലേം. എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ്. എന്താടോ നിങ്ങളുടെ മോട്ടീവ് എന്ന് ചോദിച്ചാൽ ആന്റി ക്രൈസ്റ്റിന് വന്നിരിക്കണ്ടേ. അതായത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ വേണ്ടിയല്ല, ദൈവ സാന്നിധ്യം ഇറങ്ങാനോ, അല്ലെങ്കിൽ അപ്പൊ ദൈവ സാന്നിധ്യം ഇറങ്ങാനാണെങ്കിൽ പിന്നെ ഇപ്പുറത്തെ ചർച്ച ഇല്ലാതായി പോകും. വേണ്ടിയിട്ടാ ഇത് ഭയങ്കര കോൺട്രവേഴ്സ്യലാണ്. അപ്പം ഞങ്ങൾ ഇനി ദേവാലയം പണിയാൻ ഒരാൾ ആഗ്രഹിക്കുമ്പോൾ, ക്രിസ്ത്യാനി ആഗ്രഹിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ, അവൻ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നുവെന്നും ഈ മനുഷ്യർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ദൈവത്തിന്റെ ആലയം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആലയം ഭൂമിയിൽ ഇന്ന്, അപ്പൊ ചർച്ചിന് കാലത്തിന് അവസാനമല്ല കേട്ടോ, ചർച്ച് കാലത്തിന് അവസാനമല്ല, ഒരിക്കൽ പോലും അവസാനിക്കാത്ത ക്രിസ്തുവിന്റെ കാലത്ത് ദൈവത്തിന്റെ സഭ ഭൂമിയിൽ ഇരിക്കുമ്പോൾ കല്ലും കൊണ്ടൊരാലയം, ദേവാലയം യെരുശലേമിന്റെ കുന്നിന്റെ പുറത്തുണ്ടാക്കണമെന്ന വാശി പിടിക്കുന്ന ക്രിസ്ത്യാനി അവൻ എന്ത് വിശ്വാസം ഹോൾഡ് ചെയ്യുന്നത്? അവന്റെ വിശ്വാസം തന്നെ കോൺട്രവേഴ്സിലല്ലേ. കഴിഞ്ഞിടയ്ക്ക് ഒരു അപ്പോളജിസ്റ്റ്, ഞാൻ അവനെ അപ്പോളജട്ടി എന്നാണ് പറയുന്നത്, ഒരു അപ്പോളജട്ടി പറയുന്നത് കേട്ടായിരുന്നു. എന്താണെന്നറിയാമോ? കർത്താവ് അവിടെ ആലയം പണിയും, വീണ്ടും യാഗങ്ങൾ ആരംഭിക്കും. ഇവിടുത്തെ പോപ്പുലർ പ്രസംഗാണ്. വീണ്ടും അവിടെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീണ്ടും അവിടെ യാഗങ്ങൾ നടത്താൻ വേണ്ടി ദൈവം തമ്പുരാന്റെ പ്രോഗ്രാം ആണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാൽവറി കുരിശിനെ നമ്മൾ വിലയില്ലാത്ത ഒന്നായിട്ട് കാണുകയല്ലേ. കുരിശിൽ ചെയ്ത പ്രവൃത്തികളെ നമ്മൾ നെഗ്ലക്ട് ചെയ്യല്ലേ, റിജക്റ്റ് ചെയ്യല്ലേ. യെരുശലേമിൽ ഒരു ദേവാലയം ഇനി ഉണ്ടാകണമെന്ന് വാശി പിടിക്കുന്ന ക്രിസ്ത്യാനി യേശുക്രിസ്തു തന്റെ പരിശുദ്ധ രക്തത്താൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ സഭയെ വില കുറച്ച് കാണുമല്ലേ. കാരണം അവൻ ഇന്ന് വരെ തങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരമെന്നും തങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണെന്ന ബോധമില്ലാത്ത ക്രിസ്ത്യാനി ഇനിയും കല്ലും മണ്ണും മണ്ണാങ്കട്ടയും കൊണ്ട് ഒരു ദേവാലയം ആ കുന്നിന്റെ പുറത്തുണ്ടാക്കണമെന്നും അതും അവന്റെ പള്ളി പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ അത് ഉണ്ടാക്കണമെന്നും അത് മുഖാന്തരം നല്ലൊരു 3-4 ലോക മഹായുദ്ധം ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര സന്തോഷത്തോടെ വാശി പിടിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. കാരണം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ഈ 3-4 ലോക യുദ്ധം ഉണ്ടായേ പറ്റത്തുള്ളൂ, ദേവാലയം പണി നടന്നേ പറ്റത്തുള്ളൂ. എന്തിനാണോ ദേവാലയം പണിയുന്നത്? അത് അധർമ്മമൂർത്തിക്ക് വന്നിരിക്കണ്ടേ? ശലോമോൻ ദേവാലയം പണിതത് അധർമ്മമൂർത്തി വന്നിരിക്കാനാ? യേശുക്രിസ്തു ആത്മീക കല്ലുകളെ കൊണ്ട് ആത്മീക ഗ്രഹം പടുത്തുയർത്തിയത് അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൽ തന്റെ ദേവാലയം എന്ന വിശുദ്ധ മന്ദിരം, ആത്മീക മന്ദിരത്തെ പടുത്തുയർത്തിയത് ആന്റിക്രൈസ്റ്റിന് വന്നിരിക്കാനാണോ? ആലയം ദൈവത്തിൻ്റെതല്ലേ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ വാശി, ഈ ഫ്യൂച്ചറിസ്റ്റ് ആളുകളുടെ വാശി, യെരുശലേം കുന്നിന്റെ പുറത്ത് ആലയം ഉണ്ടാവണം, കാരണം അവിടെ ആന്റിക്രൈസ്റ്റ് വന്നിരിക്കണം. ഇതെല്ലാം കെട്ടുകഥയാണ്, കിഴവി കഥയാണ്, നിർമ്മിത കഥയാണ്. ഇതൊന്നും നടക്കത്തില്ല. ഇനി ഞാനൊരു കാര്യം പറയും, കാശുള്ളവൻ മിടുക്ക് കാണിച്ച് കൈമിടുക്ക് കാണിച്ച് അവരുടെ ആലയം പണിതാലും അത് ടൂറിസ്റ്റ് പ്ലേസ് മാത്രമേ ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് കാരണമാകത്തേ ഉള്ളൂ. ഈ പ്രോഗ്രാമുമായി ദൈവത്തിന് ബന്ധമില്ല. ഞാൻ അത് ഉറപ്പിച്ച് പറയാണ്. ദൈവിക പ്രോഗ്രാമുമായിട്ട് ഈ കാര്യങ്ങൾക്ക് ബന്ധമില്ല. യെരുശലേമിൽ ദേവാലയം പണിയാമെങ്കിൽ യെരുശലേമിലോ ഗലീലയിലോ എവിടെ പണിതാലും ദൈവം തമ്പുരാനുമായിട്ടും ദൈവത്തിന്റെ പ്രോഗ്രാമുമായി ബന്ധമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അനാദിയായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് യെരുശലേമിന്റെ കുന്നിൻ മുകളിൽ ഒരാലയം പണിയണം എന്നുള്ളതല്ല. ദൈവത്തിന്റെ അനാദി പ്രോഗ്രാം എന്ന് പറയുന്നത് അവന്റെ ശരീരമാകുന്ന സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ജീവൻ പ്രാപിച്ച സമൂഹത്തെ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയാണ് കർത്താവിന്റെ ഹാർട്ട്. ഇതിന്റെ വാല്യൂ മനസ്സിലാകാതെ കുന്നും പുറത്ത് കല്ലും കൊണ്ടുണ്ടാക്കാൻ ഇനിയും ദേവാലയം പണിയാൻ വേണ്ടിയിരിക്കുക. ചുമന്ന പശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ഇതിന്റെ കുറെ നാൾ ഇതിന്റെ പുറകെ പോയതാ കേട്ടോ. ചുമന്ന പശുവിനെ കണ്ടെത്തിയിരിക്കുന്നു, ലേവ്യ പൗരോഹിത്യത്തെ കണ്ടെത്തിയിരിക്കുന്നു, DNA ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും പുറകെ നിൽക്കുന്നത് ഈ സയനിസ്റ്റ് മൂവ്മെന്റ്സാണ്. എന്താ നിങ്ങളുടെ പ്രോഗ്രാം? ആന്റിക്രൈസ്റ്റിന് ഇരിക്കണം, അധർമ്മമൂർത്തിക്ക് വന്നിരിക്കണ്ടേ? എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ക്രിസ്തുവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് ഇത് തെസ്സലോനിക്ക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, തെസ്സലോനിക്ക സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 21-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻസും യൂറോപ്യൻസും ക്രിസ്ത്യാനികളെല്ലാം കൂടെ ചേർന്ന് യെരുശലേമിന്റെ അലാസ്ക പള്ളി എടുത്ത് ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ ആലയം പണിയുക എന്നതിനെ കുറിച്ചാണോ എൻ്റെ സഹോദരങ്ങളെ തെസ്സലോനിക്ക സഭയോട് പൗലോസ് പറഞ്ഞത്? ആലോചിച്ച് നോക്ക്. തെസ്സലോനിക്ക എന്ന് ആ ചർച്ചിനോട് പറയുകയാണ്, അധർമ്മമൂർത്തി വെളിപ്പെടും, അവൻ ദേവാലയത്തിലിരുന്ന് തന്നെ ഉയർത്തുന്ന ദൈവത്തിന് എതിരാളിയാകും എന്ന് എഴുതി വെക്കുമ്പോൾ അത് 21-ാം നൂറ്റാണ്ടിൽ ഇനിയും പണിയാൻ പോകുന്ന പള്ളിക്കകത്തിരിക്കുന്ന കാര്യമാണോ? നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ? അങ്ങനെ താൻ എഴുതുമ്പോൾ ഇതിനെക്കുറിച്ചാണെങ്കിൽ പൗലോസ് ഈ പാവങ്ങളെ കബളിപ്പിക്കല്ലേ.
പൗലോസ് കബളിപ്പിക്കാൻ എഴുതിയ ലേഖനം എങ്ങനെ ദൈവത്തിന്റെ വചനമാകും? ആലോചിച്ച് നോക്കിയേ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമുക്ക് എന്തായാലും പച്ചരിയൊക്കെ തിന്നുന്നവരല്ലേ. 21 നൂറ്റാണ്ടിന് ശേഷം ഇനിയും ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ദേവാലയത്തെക്കുറിച്ചും അത് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണ് പൗലോസ് ഉദ്ദേശിച്ചതെങ്കിൽ തെസലോനിക്കയിലെ പാവങ്ങളെ എന്തിനായി ഇത് കളിപ്പിച്ചത്? കാരണം തെസലോനിക്ക സഭ ഭയങ്കരമായ പീഡനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പല തെറ്റായ ധാരണകളെല്ലാം വന്ന് ഭയങ്കരമായിട്ട് പീഡനങ്ങളിലൂടെ പോകുമ്പോൾ അവരോട് പറഞ്ഞ് പേടിക്കേണ്ട, കഷ്ടത അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസം ലഭിക്കും. നമ്മുടെ കർത്താവ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി നടത്തുമെന്ന് അവരെ ആശ്വസിപ്പിച്ച് എഴുതുക. അത് 2000 വർഷത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്ന പിന്നെ അവർക്ക് എഴുതി എന്തിനാ? ഇത് കള്ളപ്പുസ്തകമല്ലേ? അന്നേരം പൗലോസ് കബളിപ്പിക്കല്ലേ? പൗലോസിന്റെ ലേഖനം അങ്ങനെ ദൈവവചനമാവും? തനിക്ക് തോന്നുന്ന പോലെ എഴുതി വെക്കുന്നതാണോ ദൈവവചനം? ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം ആ ജനതയ്ക്ക് എഴുതുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട നിലയിൽ അതിനൊരർത്ഥമുണ്ട്. അതിനർത്ഥം അവരുമായി ബന്ധപ്പെട്ടാണ്. 2000 വർഷത്തിന് മുമ്പ് ഞാൻ ആ ബൈബിൾ എടുത്തിട്ട് ഇനി ദേവാലയത്തിൽ ഇരിക്കും. അപ്പോൾ ദേവാലയം ഇല്ലല്ലോ. അപ്പോൾ ദേവാലയം ഇല്ലെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യും, നമുക്ക് പള്ളി പണിയാം. എന്താടോ പോയി, എന്തിനാ ആവശ്യം? നമ്മുടെ അധർമ്മമൂർത്തിക്ക് വന്നിരിക്കണ്ടേ? ഞാൻ ആരായി അധർമ്മമൂർത്തി? അതിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ, ഒരുപാട് കമൻട്രീസ് ഉണ്ട്. പക്ഷെ ഞാനിതിനെ ജോസിഫസ്, അതായത് യഹൂദ ചരിത്രകാരനായ ജോസിഫസ് തൻ്റെ പുസ്തകത്തിൽ, അത് ആൻറ്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്നൊരു പുസ്തകമുണ്ട്, വാർ ഓഫ് ദ ജൂസ് എന്നൊരു പുസ്തകമുണ്ട്. അപ്പോൾ ഈ വാർ ഓഫ് ദ ജൂസിൽ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്ന് പറഞ്ഞ ഈ 2 പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് വാർ ഓഫ് ദ ജൂസിൽ ഇസ്രായേലിൽ നടന്ന റിവോൾട്ടിനെ കുറിച്ച് കൃത്യമായ നിലയിൽ അദ്ദേഹം പറഞ്ഞു. ഞാനിത് ഒത്തിരി ഒന്നും പറയാം, സിമ്പിളായിട്ട് പറയാം. കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും വേറൊരു വീഡിയോ പറയും. ഇപ്പം ഞാനിപ്പോൾ വളരെ പെട്ടെന്ന് പറയും. ആരാണ് ഈ മാൻ ഓഫ് ലോലെസ്നെസ്? ഏകദേശം ജോസിഫസിന്റെ പുസ്തകത്തിൽ വാർ ഓഫ് ദി ജൂസിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്ന സമയത്തിന് ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷമാണ് ജെറുസലേം ദേവാലയം തകരുന്നത്. 14 വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം റിവോൾട്ട് ആരംഭിക്കുന്നു, വലിയ കലാപം ആരംഭിച്ചു. കാരണം അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വെളിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഈ റിവോൾട്ടിന് വേണ്ടിയുള്ള, അതായത് അവിടെ കലാപം ഉണ്ടാക്കാനുള്ള അതിൻ്റെ അതിൻ്റെ ശബ്ദം, അതിൻ്റെ ആരംഭ നടപടികൾ കൃത്യമായ നിലയിൽ യെരുശലേമിൽ ആരംഭിച്ചിട്ടുണ്ട്, ജൂഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ റോമൻ അധികാരത്തിൽ നിന്ന് ഇസ്രായേലിനെയും ജെറുസലേമിനെ മോചിപ്പിക്കാൻ വേണ്ടി അവിടെ വലിയ കലാപകാരുണ്ട്. അവരെ സീലറ്റ്സ് എന്നാണ് വിളിക്കുന്നത്, സീലറ്റ്സ്. അതിനെ സീലറ്റ്സ് മൂവ്മെന്റ്സ് എന്നാണ് പറയുന്നത്, കലാപകാരിയാണ്. ഈ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരു മനുഷ്യനുണ്ട്, സൺ ഓഫ് ലേവിയുടെ പുത്രനായ ഗിസ്കാലയിൽ നിന്നുള്ള ജോൺ എന്നു പേരുള്ള ഒരാൾ. ഇത് മക്കാബിയ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അതായത് ഹസ്മോനിയൻ രാജവംശത്തിലെ മക്കാബിയ ഫാമിലിയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു തീവ്രവാദിയായ മനുഷ്യനാണ് ജോൺ എന്ന പേരുള്ള ജോൺ ഗിസ്കാല. ജോസിഫസ് പറയുന്നത് ഈ ജോൺ ഗിസ്കാലയാണ് ജെറുസലേം ദേവാലയത്തിന്റെ നാശത്തിന് കാരണമായത്. ഞാൻ ഒത്തിരി റെഫറൻസ് കൂട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. യെരുശലേം ദേവാലയം നശിക്കാൻ പാടില്ല എന്നും ജെറുസലേം ദേവാലയത്തിൽ റോമൻ സൈന്യത്തിന് പ്രവേശിക്കാൻ താല്പര്യമില്ലെന്നും ഇതിനെ നാശം വരുത്താൻ താല്പര്യമില്ല എന്ന് ടൈറ്റസ് പറഞ്ഞ വാക്കുകളെ ജോസിഫസ് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ദേവാലയത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം റോമൻ സൈന്യത്തിനില്ലായിരുന്നു. നിങ്ങളത് റോമിൻ്റെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. റോം ഒരു സ്ഥലത്ത് പോയും ഒരു ദേശത്ത് ചെന്നാലും ഡിസ്ട്രക്ഷൻ അവർക്കില്ല. അവർ ആ ദേശത്തെ കൈവശപ്പെടുത്തും, ജനങ്ങളെ അടിമകളാക്കും മാത്രമല്ല, ആ ദേശത്തെ കൈവശപ്പെടുത്തിയിട്ട് തങ്ങളുടെ കൾച്ചർ ആ നാട്ടിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ ഇവർ പോയിട്ട് ഒരിക്കലും ആ നാട് പിടിച്ചടക്കുന്ന സ്വഭാവം റോമിനില്ല. അപ്പം റോം അവിടെ വരുമ്പോൾ യെരുശലേം ദേവാലയം നശിപ്പിക്കാവുന്ന ലക്ഷ്യമേ അവർക്കില്ല. ഉപരോധം ഏർപ്പെടുത്തി ഏകദേശം 3.5 വർഷത്തോളം അവർക്കെതിരെ ഉപരോധമായിരുന്നു. അപ്പോൾ ആ ഉപരോധമുള്ള സമയത്ത് ഇതിനകത്ത് കലാപം ഉണ്ടാക്കിയത് ഈ ജോൺ ഗിസ്കാല എന്ന് പറയുന്ന ഈ സീലറ്റ്സ് മൂവ്മെന്റ്സിന്റെ നേതാവാണ്. അദ്ദേഹം ഏകദേശം 28 പുരോഹിതന്മാരെ കൊന്നുകളഞ്ഞു ഇയാൾ. ഈ പുരോഹിതന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നത് അനനാസ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ. അദ്ദേഹം ജൂയിഷ് പീസ് മൂവ്മെന്റിന്റെ തലവനായിരുന്നു. ഈ ജൂയിഷ് പീസ് മൂവ്മെന്റിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ കലാപം ഉണ്ടാകുമ്പോൾ റോമിനോട് പോയിട്ട് നിരന്ന് അവരോട് സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ട് കലാപകാരികൾക്ക് മുഖാന്തരം ഇവിടെ വന്ന് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ സമാധാന ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ഒരു പുരോഹിതനാണ് അനനാസ്.
അടുത്ത ദിവസം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചോളാം. അപ്പൊ ഈ അനനാസിനെയും കൊന്നു കളഞ്ഞു. ഈ അനനാസ് കൊല്ലപ്പെട്ടതിന്റെ അടുത്ത നിമിഷമാണ് ഇവിടെ കലാപം വീണ്ടും ആരംഭിക്കുന്നത്, ഇവിടെ റോമിന്റെ അറ്റാക്ക് ഉണ്ടാവുന്നത്. അപ്പം ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്നത് മാൻ ഓഫ് ലോലെസ്നെസ് എന്ന് പറയുന്നത് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റ് അല്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഹാപ്പൻഡ് ഇവന്റ് ആണ്. അത് ജോസീഫസ് തന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ കോസ് ഓഫ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ഇസ് ദാറ്റ് മാൻ ഗിസ്കാലയിൽ നിന്നുള്ള ജോൺ ഗിസ്കാലയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഇദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് ആളെ കൊന്നുകളഞ്ഞു. ഇഡൂമിയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇവരുടെ കൂടെയുണ്ട്. ഇഡൂമിയൻസ് ഈ പട്ടണത്തിൽ വന്ന ഏകദേശം 8500 പേരെ കൊന്നുകളഞ്ഞത്. അപ്പം ഇവിടെ ഭയങ്കര കലാപം നടക്കുക. ഈ കലാപത്തിന് അടിച്ചമർത്താൻ വേണ്ടിയാണ് റോമിൽ നിന്ന് അവിടെ നിന്ന് സൈന്യത്തെയും ഇങ്ങോട്ട് അയക്കുന്നത്. ടൈറ്റസ് ഒക്കെ വന്ന അതിൻ്റെ പേരില്ല. അതിന് മുമ്പ് വന്ന ആളുകളെയൊക്കെ ഇവർ ഉപദ്രവിച്ചു. എനിക്ക് തോന്നുന്നു ഈ ടൈറ്റസിനൊക്കെ തൊട്ട് മുമ്പ് വന്ന ആളുകളെയൊക്കെ റോമൻ സൈന്യത്തെയൊക്കെ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞ് പെട്ടെന്ന് അതിനകത്ത് ആൾ തിരിച്ചു പോകുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നാളെ സംസാരിച്ചോളാം. അപ്പം ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ ജോൺ ഓഫ് ഗിസ്കാല അദ്ദേഹം ദൈവത്തിൻ്റെ മെഷികയാണെന്നും ഒക്കെ പറഞ്ഞ് ദേവാലയത്തിനകത്ത് വരികയും ആ ദേവാലയത്തിനകത്ത് കരുതിയിരുന്ന മുഴുവൻ വസ്തുക്കൾ, അതായത് ധാന്യങ്ങളുണ്ടായിരുന്നു, വീഞ്ഞുണ്ടായിരുന്നു, എണ്ണയുണ്ടായിരുന്നു, ഇത് മുഴുവൻ പുള്ളി തീയിട്ട് കത്തിച്ചോളും. അപ്പം ഈ ഉപരോധ സമയത്ത് വർഷങ്ങളോളം പട്ടിണിയില്ലാതെ താമസിക്കാനും കഴിപ്പാനുള്ള ആഹാരത്തിനുള്ളത് ദേവാലയത്തെ യെരുശലേമിനകത്തുണ്ടായിരുന്നു. അവിടെ അതിൻ്റെ ആ സ്ഥലത്തുണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് മൊത്തം ഇയാൾ തീയിട്ട് കത്തിച്ച് ജനത്തെ അതിനകത്തിരുത്തി. ഈ സമയത്താണ് ദേവാലയത്തിനകത്ത് ആളുകളെല്ലാം വിളിച്ചുകൂട്ടി നമ്മുടെ ദൈവം നമ്മളെ സൂക്ഷിക്കും, ദേവാലയം പൊളിഞ്ഞു പോകത്തില്ലെന്നൊക്കെ കബളിപ്പിച്ച് താൻ ദൈവമാണെന്നൊക്കെ കാണിച്ച് ദേവാലയത്തിനകത്ത് കയറിയിരുന്ന് പുരോഹിതന്മാരെ കൊന്ന് നാശം വരുത്തിയ ഒരു വിവരമില്ലാത്ത, നിയമത്തെ ബഹുമാനിക്കാത്ത മാൻ ഓഫ് ലോലെസ്നെസ്, അധർമ്മമൂർത്തി എന്ന് പറയുന്നത് ജോൺ ഗിസ്കാലയാണ് എന്നാണ് ചരിത്രപരമായിട്ട് നമ്മൾ പഠിച്ചാൽ മനസ്സിലാകുന്ന വസ്തുത. അതിനോട് ചേർന്ന് തന്നെ എലിയാസർ ബെൻ സംതിങ് ലൈക്ക് ദാറ്റ് അദ്ദേഹം ഉണ്ടായിരുന്നു. അതായത് ഈ സീലറ്റ് മൂവ്മെന്റിനകത്ത് നേതാക്കന്മാരാണ് ആ അധർമ്മമൂർത്തിയെ ദേവാലയവുമായി ബന്ധപ്പെട്ട ലോലെസ്നെസ്, ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട ആളുകൾ. അപ്പം ദേവാലയത്തിനകത്ത് കയറാൻ അവർക്ക് അധികാരമല്ല. പക്ഷേ ഇവരകത്ത് കയറി പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട കാര്യം ഇവർ ചെയ്യാൻ തുടങ്ങി, പുരോഹിതന്മാരെ കൊല്ലാൻ തുടങ്ങി. അപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി, ന്യായപ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുടെ പേര് അധർമ്മമൂർത്തി. ന്യായപ്രമാണം ഉള്ള കാലത്ത് അത് സംഭവിക്കേണ്ടത്, ദേവാലയത്തിൽ വന്നിരുന്നത് ചെയ്യണമെങ്കിൽ ദേവാലയം ഉള്ള സമയത്താണ് സംഭവിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതൊക്കെയും AD 70 മുൻപ് സംഭവിച്ച വിഷയങ്ങളാണ് എന്ന കാര്യം 21-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ ബോധിപ്പിക്കുന്ന ഒരു ചെറിയ ജോലിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുണ്ട്, കേൾക്കുക, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞിട്ട് പോവാം. ഈ വീഡിയോ കേൾക്കുക ചെയ്യരുത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഓപ്പണായിട്ട് പറയാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതുപോലെ സംഭവിക്കേണ്ട സമയത്ത് ആ തലമുറയിൽ തന്നെ അത് സംഭവിച്ചു. നമ്മൾ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനാൽ, കർത്താവ് വന്നതിനാൽ, കർത്താവിൻ്റെ രണ്ടാം വരവ് സംഭവിച്ചതിനാൽ രൂപീകരിക്കപ്പെട്ട അവിടുത്തെ വിശുദ്ധ ശരീരമാകുന്ന സഭയിലെ വിശുദ്ധ അവയവങ്ങളാണ് നമ്മൾ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വി ആർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ സെക്കൻഡ് അഡ്വെന്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ പ്രത്യക്ഷത അവൻ്റെ സഭയാണ്. ഒന്നാമത്തെ അവൻ ജഡരൂപമെടുത്തു വന്നെങ്കിൽ രണ്ടാമത്തെ അവൻ്റെ ശരീരം അവൻ്റെ സഭയാണ്. അവൻ തലയായി വന്നിറങ്ങുകയും ശരീരമാകുന്ന സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമായി മാറുകയും ചെയ്തു. സോ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഈ അഡ്വന്റ് എന്ന് പറയുന്നത് ചർച്ചാണ്. അപ്പം നമുക്ക് ഈ റെവലേഷനെ കൊണ്ട് ദൈവരാജ്യത്തെ വളർത്താൻ കർത്താവ് ഇടവരുത്തേണ്ടതുകൊണ്ട് മാർക്കല്ല് അധർമ്മമൂർത്തി എന്ന് പറയുന്നത് ഇനി എന്തോ വരാൻ പോകുന്ന ഒരു കൊമ്പും വാലും ഒക്കെ ഉള്ള ഏതോ ഒരുത്തനല്ല. അങ്ങനെ ഒരുത്തനും വരത്തില്ല പ്രിയപ്പെട്ടവരെ, വരത്തില്ല. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. യുദ്ധങ്ങളൊക്കെ ഉണ്ടാകും, ഭൂമിയുള്ള കാലത്തുകളുണ്ടാകും. പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത്, ഇതൊക്കെ നശിപ്പിക്കാനും ഒന്നും വരത്തില്ല. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ്, നമ്മുടെ വ്യാമോഹങ്ങളാണ്. അറിയാത്തില്ലേ, ഈ ആൻറ്റിക്രൈസ്റ്റ് വരണം, യുദ്ധം ഉണ്ടാകണം. ചിലരുടെ വാശിയാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പ് യുദ്ധം നടക്കണം. നിങ്ങൾ എത്ര വാശി പിടിച്ചാലും വരത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. നിങ്ങളിനി എന്നെ ഇത് എപ്പോഴും അങ്ങനെയാണ്. ഈ സത്യം പറയുന്നവർക്ക് വലിയ വിലയൊന്നുമില്ല കേട്ടോ. ഇന്നും വെച്ചോണ്ട് സത്യം പറയാതിരിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. സത്യമാണത്. അപ്പം അധർമ്മമൂർത്തി ആരെന്ന് മനസ്സിലായോ? ഏതോ വരുന്നു. അത് മാർപ്പാപ്പയാന്ന് പറഞ്ഞ് പഠിപ്പിച്ചവരുണ്ട്. മാർപ്പാപ്പ ചില ബ്രദറൻകാർ പഠിപ്പിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മാർപ്പാപ്പയാണ് അധർമ്മമൂർത്തി.
എന്തിനാ ഇങ്ങനെ വിരോധം വരുന്നത്? ഈ പ്രൊട്ടസ്റ്റന്റ് സമൂഹം വന്ന ശേഷം ഏറ്റവും കൂടുതൽ വിരോധം. പേര് തന്നെ പ്രൊട്ടസ്റ്റന്റ് എന്ന്, മനസ്സിലായില്ലേ? കലാപകാരികളാണ് ഇവരെല്ലാം, വഴക്കുണ്ടാക്കി. ഇപ്പം യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന നമുക്ക് എല്ലാ സഭകൾക്കും, ഞാൻ ഓപ്പണായിട്ട് നമ്മുടെ ടെലി ട്രൂത്ത് അതോട് പറഞ്ഞു നിർത്തും. നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പം. അവനാണ് ആൻറ്റി ക്രൈസ്റ്റ്, ഇവനാണ് ആൻറ്റി ക്രൈസ്റ്റ്, പോപ്പാണ് ആൻറ്റി ക്രൈസ്റ്റ്, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആൻറ്റി. ഇതൊക്കെ നാണക്കേട്. ദൈവസഭയ്ക്ക് പറ്റിയത് നല്ലത്. നിങ്ങൾ വ്യക്തിവൈരാഗ്യം തീർക്കുക. കത്തോലിക്ക സഭയ്ക്ക് എന്താ കുഴപ്പം? കത്തോലിക്ക സഭയിൽ വിശ്വാസികളാരുമില്ലേ? ദൈവമക്കളാരുമില്ലേ? നമ്മളെക്കാൾ ഭക്തരായവർ, നമ്മളെക്കാളും ദൈവത്തെ സ്നേഹിക്കുന്നവർ. പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഈ കോവിലിലെ പൂനെയാണ്. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ കോവിലിലെ പൂനെ, തമിഴ്നാട്ടിൽ പറയും കോവിൽ പൂനെ ദേവനെ മതിക്കാതെന്ന് പറയും. കോവിൽ പൂനെ എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിലെ പൂച്ചയ്ക്ക് ദേവനെ അറിയത്തില്ല, അവൻ വേണേ ദേവൻ്റെ തലയിൽ കയറിയിരിക്കും. നമ്മൾ ഈ ദേവൻ്റെ തലയിൽ കയറിയിരിക്കുന്ന പൂനകളാണ് നമ്മൾ ആളുകൾ. കാരണം നമ്മൾ പക്ഷേ അതേസമയം കാത്തലിക് അങ്ങനല്ല. 2000 വർഷമായിട്ട് ചർച്ച ഇവിടെ ഉണ്ട്, ഓർത്തഡോക്സ് ചർച്ച ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് എല്ലാവരെയും അവരെ കുറ്റപ്പെടുത്തിയാലേ അവിടുന്ന് 10 പേർ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. അതാണ് നമ്മുടെ പ്രശ്നം, മനസ്സിലായോ? അപ്പം ആൻറ്റി ക്രൈസ്റ്റിനായിട്ട് മാർപ്പാപ്പയെ കൊണ്ടുവരണം, മർമ്മം മഹദിയം ബാബിലോണും കത്തോലിക്ക റോമൻ സഭയാക്കണം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വിരോധങ്ങളും കയ്പും വിദ്വേഷവും പകയും ഇമാതിരിയുള്ള തോന്നിയവാസങ്ങളെല്ലാം കൂടെ ജനങ്ങളെ പഠിപ്പിച്ച് വിരോധം സമ്പാദിക്കില്ലേ നമ്മൾ? എന്തുകൊണ്ട് നമുക്ക് സ്നേഹത്തിൽ ഇവരെല്ലാവരും ഒരൊറ്റ യേശുവിൻ്റെ ആളല്ലേ? ഒറ്റ വിശ്വാസം, ഒരു പിതാവ്, ഒറ്റ കർത്താവ്, ഒരേ സ്നാനം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബോഡി ഓഫ് ക്രൈസ്റ്റ്, എല്ലാം ഒന്നല്ലേ? ഈ ഉപദേശം നമുക്ക് എവിടെ നിന്ന് വന്നത്? എന്തിനാ ഉപദേശം? ആരാ കറക്റ്റായിട്ട് ഉപദേശത്തെ അനുസരിക്കുന്നത്? എന്തിൻ്റെ പേരില്ല നമ്മൾ ഈ പിരിയുന്നത്? ഡോക്ടറിൻ. യേശുക്രിസ്തുവിൻ്റെ സഭ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡോക്ടറിൻ്റെ ബേസിലല്ല, ആദ്യം മനസ്സിലാക്കും. യേശുക്രിസ്തുവിൻ്റെ സഭ ഒരുമിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന നിലയിലാണ്. ഇറ്റ് ഈസ് എൻ ഓർഗാനിക് സിസ്റ്റം, നോട്ട് ഓർഗനൈസ്ഡ് സിസ്റ്റം. ഗോഡ് ബ്ലസ് യു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ആരുകൊണ്ട് ഇവരെല്ലാം ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് സമയം കളയണ്ട. ഇതൊക്കെ സംഭവിച്ച കാര്യമാണ്. അധർമ്മമൂർത്തി വന്നു കഴിഞ്ഞു, ദേവാലയത്തിലിരുന്നു, അവൻ കാരണം ദേവാലയം പൊളിഞ്ഞു, നാശമായി. ഓക്കെ, അതുകൊണ്ട് മറക്കണ്ട. മനസമാധാനത്തോടെ പറഞ്ഞു നല്ലൊരു ശ്വാസം എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, സ്വസ്ഥമായിട്ട് ജീവിക്കുക. കുടുംബമായിട്ട് ജീവിക്കുന്നവർ കുടുംബമായിട്ട് ജീവിക്കുക, കുടുംബം ഇല്ലാത്തവരായി ജീവിക്കുക, ജോലി ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, ഭൂമിയുടെ വാസത്തിൽ കർത്താവിനെ അനുഭവിക്കുക, കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെ വളരാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കഥകളും അന്തവും കുന്തവും ഇല്ലാത്ത കുറേ അന്ത്യകാല ശാസ്ത്രവും ഒക്കെ അതിന് പുറകെ പോകാതെ നോക്കിയിട്ട് യേശുവിനെക്കുറിച്ച് അത് അറിയാൻ ശ്രമിക്കുക, ക്രിസ്തുവിനെ ഒന്ന് അറിയാൻ ശ്രമിക്കുക, ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മഹത്വത്തെ ഒന്ന് ദർശിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെയുള്ള പദപ്രയോഗങ്ങളെ നമ്മൾ കാണും. ദൈവം അനുവദിക്കുന്ന നാളെ നമുക്ക് വഴിയിൽ തടുക്കുന്നവൻ ആരാണ് എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതുവരെ സർവശക്തി നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. മറ്റുള്ളവർക്കത് സന്തോഷമായി ആനന്ദമായി കർത്താവിൻ്റെ പാത്രങ്ങളായി വിളങ്ങാൻ യേശു കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ. May the Lord really bless you. Thank you.